എല്ലാവർക്കും നമസ്കാരം. സോ 2026 നിന്നും നമ്മൾ 2030 കടക്കുമ്പോൾ എഐയുടെ വിപ്ലവം തന്നെ ഇപ്പം തന്നെ ഓൾറെഡി AI വിപ്ലവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകൻ്റെ ഒരു AI നോളജ് എന്ന് പറയുന്നത് അവന് ChatGPT എന്നാലെന്നറിയാം, ജെമിനി എന്നാലെന്നറിയാം. ജെമിനിയോട് സംസാരിക്കും, ജെമിനി അങ്ങനെ ചെയ്യും, ജെമിനി ഇങ്ങനെ ചെയ്യുന്നൊക്കെ അവൻ തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഓൾമോസ്റ്റ് 9 years ഓൾഡ്. അവൻ ഇനിയൊരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴൊക്കെയും അവൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒരു യൂസേജ് സിനാരിയോയിലേക്ക് AI ഒക്കെ എത്രമാത്രം വളരാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. വരുന്ന ഇന്ത്യയുടെ ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ് തന്നെ ബൈ 2030 ഇതിലൊക്കെ ഇപ്പോൾ തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് $6 മുതൽ $7 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് ഇന്ത്യൻ എക്കോണമി തന്നെ. അപ്പോൾ അതിലും ഏറ്റവും മികച്ചതായിട്ടുള്ള പെർഫോമൻസ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടാൻ കാര്യം എന്തായിരിക്കും? ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ വൈസ് ഗ്രോത്ത്, അതിപ്പോൾ സർവീസ് സെക്ടർ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, റിയാലിറ്റി സെക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഓട്ടോമൊബൈൽ, ഓട്ടോമോട്ടീവ്, ഡ്രോൺ ടെക്നോളജീസ്, എനി സെക്ടർ, EPC, എനർജി സെക്ടർ, പവർ സെക്ടർ, റിന്യൂവബിൾ സെക്ടർ, ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇന്ത്യക്ക് ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനോടനുബന്ധമായിട്ട് നമ്മളെപ്പോലുള്ള ഷെയർ മാർക്കറ്റിലുള്ള ട്രേഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 മേജർ സെക്ടറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്കായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുന്നത്. ആ 4 സെക്ടറിലൊന്ന് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? AI തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറിയിട്ട് ഇനി അടുത്ത് വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിനാരിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇതിൽ കമ്പനീസിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഗൂഗിൾ ഉണ്ടോ? ഇല്ല. ഇവിടെ ഫേസ്ബുക്ക് ഉണ്ടോ? ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ കമ്പനീസ് ഒന്നും അല്ല ഇവരൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് AI എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ റിലയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ TCS ആയിക്കോട്ടെ, ഇൻഫോസിസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും വലിയ AI കമ്പനീസുമായിട്ട് ടൈപ്പ് ആയിക്കഴിഞ്ഞു, ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. സോ AI ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് AI ടെക്നോളജി ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനോർമസ് ആയിട്ട് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിയർലി അറൗണ്ട് ഇപ്പോൾ 2028 ആകുമ്പോൾ തന്നെ അത് അറൗണ്ട് $17 to $20 ബില്യൺ ഗ്രോത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പ്രകാരം. ഇതൊരിക്കലും റെക്കമെൻഡേഷനായിട്ടോ അല്ലെങ്കിൽ ഇതിലൂടെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരിക്കലും അതൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സമീപിക്കുക. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ട് സമീപിച്ചിട്ട് അവരിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന സെക്ടർ ഓക്കെ ആണോ, നിങ്ങളുടെ സംശയങ്ങൾ അവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക. അവരിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് സ്വീകരിക്കാൻ നോക്കുക. ആസ് എ NISM സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റേതായിട്ടുള്ള റിസർച്ച് വ്യൂസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു കോമൺ സെൻസോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറായിട്ടുള്ള 2026 നിന്നും 2030 നമ്മൾ പോകുമ്പോൾ ഇനോർമസ് ആയിട്ട് ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ്, കമ്പനീസിൻ്റെ സ്റ്റോക്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, ദെൻ അതർ ഒരുപാട് ഡേറ്റ പാറ്റേൺ, ഇത്തരം കോഫോർജ്, ഇത്തരം കമ്പനീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ AIക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന AI റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്റേഴ്സ്, അത് റിലയൻസ്
പോലുള്ള കമ്പനീസൊക്കെ ഡേറ്റാ സെൻറ്റേഴ്സിന് ഒരുപാട് തുക അവർ ഇപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ഒരു ഓവറോൾ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സോ അപ്പോൾ എന്ന് പറയുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കമ്പനീസ് ഏതൊക്കെ കമ്പനീസാണ്, അതിൽ മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ട് ടൈപ്പിൽ ഏതൊക്കെ കമ്പനീസാണ്, ഇതെപ്പോഴും നിങ്ങളുടെ റഡാറിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. നമ്മൾ ഗൂഗിളും മറ്റു കാര്യങ്ങളൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യൂ പ്രകാരം ഇനി ഹയസ്റ്റ് ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങളുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. സോ ഒരു സെക്ടർ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്, AI സെക്ടറിൽ ഉള്ള പ്രവർത്തിക്കുന്ന കമ്പനീസ് ഏതൊക്കെയാണ്, അവരുടെ കോർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് AI എന്താണ്, അതിൽ എത്രത്തോളം ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ വേണം നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അനാലിസിസ് നടത്താനും അതിനെപ്പറ്റി കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യാനും ശ്രമിക്കേണ്ടത്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ AIയുടെ ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 40% ആനുവൽ ഗ്രോത്ത് ഓരോ വർഷവും ഇനി 40% ഗ്രോത്തിന് മുകളിൽ വളരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്ന പല റിപ്പോർട്ട്സും പറയപ്പെടുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ എനർജി സെക്ടറാണ്. റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഡൽഹിയിലും അവിടെയും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ സിറ്റീസിലൊക്കെ, നമ്മൾ ഇന്ത്യൻ സിറ്റീസിലൊക്കെ എല്ലായിടത്തും മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് 101% എന്താണ്? പൊല്യൂഷൻ. അപ്പോൾ ഈ പൊല്യൂഷനെതിരെ, എഗൻസ്റ്റ് പൊല്യൂഷനെതിരെ ഇന്ത്യ വളരെ ഒരു മേജർ റോൾ, ഗ്ലോബലി തന്നെ ഒരു മേജർ റോൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ആവുകയാണ്. അതായത് കൺവേർട്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വരുന്ന 2030 കൂടി നമ്മൾ ഏതാണ്ട് 500 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വളരുമെന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. അതുമാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അതിന് വളരെയധികമുണ്ട്. കാരണം ഗ്ലോബൽ വാർമിംഗ് പോലുള്ള വലിയ പ്രകൃതിക്ക് ആഘാതമേൽപ്പിക്കുന്ന പലതരത്തിലുള്ള ഇത്തരം ഈ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോഡീസ്, അതേമാതിരി നമ്മുടെ രാജ്യവും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനീസിന് അത്രത്തോളം, ഇപ്പോൾ 500 മെഗാവാട്ടോ ജിഗാവാട്ടോ, അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, ജിഗാവാട്ടോ മെഗാവാട്ടോ ആണ്. സോ ആ റേഞ്ചിലേക്കൊക്കെ നമ്മൾ ഒരുപാട് മുന്നേറാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. സോ അതിന് ഏതാണ്ട് $350 ബില്യൺ ഒരു വളർച്ചയാണ് പ്രവചിക്കപ്പെടുന്നത്. $350 ബില്യൺ വളർച്ചയാണ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് തരം സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും? ഇപ്പോൾ നമ്മൾക്ക് അറിയപ്പെടുന്നത് അദാനി ഗ്രീൻ എനർജി റിന്യൂവബിൾ സെക്ടർ എന്ന് പറയുമ്പോൾ ഗ്രീൻ എനർജി, പ്രകൃതിക്ക് യാതൊരു വിധത്തിലും കേടുവരാത്തത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റീസെൻ്റ്ലി നിങ്ങൾ നോക്കൂ, ഇന്ത്യ നമ്മളുടെ ഹൈഡ്രജൻ ട്രെയിൻ ഇപ്പം തന്നെ റണ്ണിങ് തുടങ്ങിക്കഴിഞ്ഞു. ഒന്നോ രണ്ടോ ദിവസം മുന്നേ നമ്മൾ ന്യൂസ് കണ്ടായിരുന്നു, ഓൾറെഡി ഓടി തുടങ്ങിക്കഴിഞ്ഞു. ഹൈഡ്രജൻ എനർജി ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ, അതൊക്കെ ഒരു റിന്യൂവബിൾ എനർജിയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. സോ അത്തരം ഇന്നൊവേറ്റീവായിട്ടുള്ള ടെക്നോളജീസും അത്തരം ഇന്നൊവേറ്റീവായിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ കമ്പനീസിനെ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ NTPC ഗ്രീൻ, അതൊരു റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അദാനി ഗ്രീൻ എനർജി, അത് റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ടാറ്റ പവർ, അതും റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനീസാണ്. ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ അനാലിസിസ് പ്ലസ് നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ. ഞാൻ അതിൻ്റെ സെക്ടറിൻ്റെ പ്രോബബിലിറ്റിയെ പറ്റി എൻ്റെ വ്യൂ പോയിൻറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡു നോട്ട് ടേക്ക് ഇറ്റ് ആസ് എ റെക്കമെൻഡേഷൻ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് ബയോടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2030 അതും അറൗണ്ട് $370 ബില്യൺ ബിസിനസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ്
ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം തന്നെ 370 ഓർ നിയർലി $400 ബില്യൺ ബിസിനസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. UK, US, ജപ്പാൻ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലേക്കൊക്കെ കടക്കുമ്പോൾ, പക്ഷേ ഇവർക്കൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിട്ട് മാറാൻ പോവാണ്? ഇന്ത്യ ഈസ് ബിക്കമിങ് വേൾഡ്സ് ഫാർമസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റ്, അതേമാതിരി ഹെൽത്ത് കെയർ പ്രൊവിഷൻസിലും ലോ കോസ്റ്റ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലൊക്കെ ഇപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ മാൽദീവ്സ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ചികിത്സ തേടുന്നവർ ഒത്തിരിയുണ്ട്. പിന്നെ പുറത്തുള്ള വേറെയും പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ ചികിത്സ തേടി വരുന്നവരുണ്ട്. ബിക്കോസ് ഓഫ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസിന് വേണ്ടിയിട്ട് പല കമ്പനീസും നമുക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഹെൽത്ത് കെയർ സെക്ടറിലുള്ളത്. അതേമാതിരി ഫാർമസി സെക്ടേഴ്സിൽ എത്രയോ കമ്പനീസ്, നിങ്ങൾക്കിപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ബയോകോൺ ഒരു കമ്പനി, പിന്നെ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി, ഇത്തരം പിന്നെ ലോറസ് ലാബ്സ്, ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട്, പിന്നെ ഇത് തന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് ഫാർമസി റിസർച്ച് കമ്പനീസ് ഉണ്ട്. സോ ഇത്തരം ഒരുപാട് ബയോടെക്നോളജി അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അപ്പോളോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഇങ്ങനെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയും തീർച്ചയായിട്ടും നിങ്ങൾ റഡാറിൽ വെക്കേണ്ടത് നിർബന്ധമാണ്. ഇതൊന്നും ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. വീണ്ടും ഓരോ സെക്ടർ പറയുമ്പോഴും ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് ടു ഫോളോ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സെബി. അതുകൊണ്ട് ഞാനത് പറയുന്നേ ഉള്ളൂ റിപ്പീറ്റഡ് ആയിട്ട്. നിങ്ങൾ മൂന്നാമത്തെ നമ്മുടെ മേജർ സെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ബയോടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ ടെക്നോളജി. സോ ഇത് ഹെൽത്ത് കെയർ ടെക്നോളജി പ്ലസ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. സോ ഈ സെക്ടറും നമ്മൾ എന്തിൽ വെക്കണം? നമ്മുടെ റഡാറിൽ മസ്റ്റായിട്ട് വെക്കണം. വരാൻ പോകുന്ന 5 വർഷം എന്നല്ല, ഓരോ വർഷവും അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഗ്രോത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അത്തരം സെക്ടേഴ്സിൽ അതിലും ന്യൂ ജെൻ ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി ബാഗറിലേക്ക് പോകാം. കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി നല്ല മാർക്കറ്റ് ലീഡേഴ്സിലെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. സോ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? EV സെക്ടർ. EV സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പെട്രോളിലും ഡീസലിലും ഒക്കെ ഓടുന്ന വാഹനങ്ങൾക്ക് എത്രയോ വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ല, ഇലക്ട്രിക് വെഹിക്കിൾസ്. EV എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്പൈൻഡ് ആണ്. പക്ഷേ EV ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒരു ബൂം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ മാർക്കറ്റ് ഷെയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 7 to 8% ടോട്ടൽ വെഹിക്കിൾസിൻ്റെ മാർക്കറ്റ് ഷെയർ ഓൾറെഡി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അറൗണ്ട് 2030 അറൗണ്ട് 40% ഓഫ് ദ ടോട്ടൽ വെഹിക്കിൾസിൽ 40% ഷെയറും EV സെഗ്മെൻറ്റ് കവർ ചെയ്യാൻ പോവാണ്. സോ അപ്പോൾ EV സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്ത് വേണം? ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിന് ചാർജിങ് സ്റ്റേഷൻസ് പോലുള്ള സംഭവങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതേമാതിരി അതിൻ്റെ സ്പെയർ പാർട്സിലുള്ള ബാറ്ററി സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ്, ഇപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസ് അത് ബാറ്ററി, അതേമാതിരി അമർ രാജ ബാറ്ററീസ്, അമറോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ ഇത്തരം ബാറ്ററി കമ്പനീസിനൊക്കെ തീർച്ചയായിട്ടും നല്ല ഗ്രോത്തിന് സാധ്യതയുണ്ടാകും. സോ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇതൊരിക്കലും ഇന്നത് വാങ്ങുന്നോ, ഇത് വാങ്ങണം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ്, അതിന് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സബ് കമ്പനീസ്, ഇത്തരം കമ്പനീസിനെയും നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ നല്ലൊരു റിസർച്ച് അനലിസ്റ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാം. അവരുമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ സ്വന്തം റിസർച്ചും നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റാസും കളക്ഷനിലൂടെ
നിങ്ങളും അതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സോ അപ്പോൾ നമ്മൾ 4 സെക്ടേഴ്സിനെ മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 4 സെക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ഈ 4 സെക്ടേഴ്സ് നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഫസ്റ്റ് സെക്ടർ AI സെക്ടർ, രണ്ടാമത്തെ എന്താണ് ഗ്രീൻ എനർജി സെക്ടർ, മൂന്നാമത്തെ എന്താണ് ബയോടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ സെക്ടർ, നാലാമത്തെ എന്താണ് EV സെക്ടർ. ഈ 4 സെക്ടർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റഡാറിൽ ഉണ്ടാവണം. അതിനോടൊപ്പം വേറെയും ഇത് മാത്രമല്ലല്ലോ ഗ്രോത്ത് വരിക, എല്ലാറ്റിനും അസോസിയേറ്റഡ് ആയിട്ട് ഇന്ത്യസ് എക്കോണമി ഈസ് ഗ്രോയിങ്. സോ ആ ഒരു ഗ്രോത്തിൽ ഇത് മേജർ ഗ്രോത്ത്. അതിനോടൊപ്പം ഇലക്ട്രോണിക് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ടാറ്റ എലക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സെഗ്മെൻറ്റിലും നല്ല കുതിച്ചുചാട്ടം തീർച്ചയായിട്ടും ഉണ്ടാവും. അതേമാതിരി ഇപ്പോൾ വളരുമ്പോൾ എയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ നോക്കുമ്പോൾ വേറെ പലതരത്തിലുള്ള റിയാലിറ്റി സെക്ടേഴ്സ് വളരും. അതിനോടൊപ്പം അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് സെക്ടേഴ്സ് ഓൾസോ വിൽ ഗ്രോ. എവിടെയൊക്കെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് വരുന്നു അവിടെയൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് വളരും. സോ ഓൾ ടുഗദർ നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് ഒരു 4 പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 4 അല്ല വളരാൻ പോകുന്നത്. ഇതിനോടൊപ്പം മറ്റെല്ലാ സെക്ടേഴ്സും തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് തരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഞാൻ പറയാൻ വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ട്രേഡറാണ്, രാവിലെ ഇരിക്കുന്നു, മാർക്കറ്റ് തുറക്കുന്നു, നോക്കുന്നു, എന്തെങ്കിലും ട്രേഡ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ശ്രമം നടത്തണം. അതിന് കൂടുതൽ അങ്ങനെ വലിയ ആലോചിച്ചും കണ്ടും പിടിച്ചും ഒന്നും നോക്കേണ്ട കാര്യം. സിമ്പിൾ, ഒരു ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലെ റീൽസും മറ്റുമൊക്കെ കണ്ട് കളയുന്ന സമയം നിങ്ങൾ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ഡേറ്റ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടി സെർച്ച് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ല ന്യൂസസ്, ടെക്നോളജിക്കൽ ന്യൂസസ് ഒക്കെ നിങ്ങൾ വായിക്കാൻ നോക്കുക, ശ്രമിക്കുക. എയുടെ ഗ്രോത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക, റിന്യൂവബിൾ ഗ്രോത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് പോകുമ്പോൾ അതിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നമുക്ക് അതിൽ കിട്ടും. അതൊക്കെ ഇന്നത് നമുക്ക് കിട്ടും, ഇന്നത് കിട്ടത്തില്ല എന്നൊന്നും അതിനകത്തില്ല. നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക, ഒരു നല്ല സമൃദ്ധമായിട്ടുള്ളൊരു മീൽസ് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുന്നത് പോലെ നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു. നിങ്ങളൊരു ഫുൾ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടായിരിക്കും അല്ലേ? ആ വിഭവങ്ങളെല്ലാം നമ്മൾ കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? നല്ല സമൃദ്ധമായിട്ടുള്ളൊരു സദ്യ കഴിച്ചു എന്നുള്ളതാണ്. അതിൽ ഞാൻ സമൃദ്ധമായിട്ടുള്ള സദ്യയിൽ ഞാൻ അതിൽ ഉപ്പേരി കഴിച്ചു, അതെനിക്ക് വലിയ, അങ്ങനെയല്ലല്ലോ നമ്മൾ. അല്ലെങ്കിൽ പായസം കഴിച്ചു, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇതായിട്ട് നമ്മൾ പറയത്തില്ലല്ലോ. നമ്മൾ കമ്പൈൻഡ് ആയിട്ടല്ലേ പറയുന്നത്. അതേമാതിരി എപ്പോഴും അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.